പക്ഷേ നമസ്കാരം. നമസ്കാരം. പക്ഷേ കാര്യം എനിക്കറിയാം. അതായത് കുട്ടിക്കാലത്ത് നാട് വിട്ടുപോയ 14 വയസ്സിൽ നാട് വിട്ടുപോയ ഒരാളാണ്. അതിനുശേഷം പുതിയൊരാളായിട്ട് ആന്ധ്രയിൽ തിരിച്ചു വന്നു. ഒപ്പം ഒരു ചാരിറ്റി നടത്തുന്ന ഒരാളാണ്. എന്താണ് താങ്കൾക്ക് കിട്ടിയ പാഠം? എന്തുകൊണ്ടാണ് താങ്കളൊരു സ്ഥാപനം ഇങ്ങനെ തുടങ്ങിയത്? അതിന്റെ സ്നേഹത്തെ കുറിച്ചൊന്ന് പറയാമോ? നാട് വിട്ടു പോയതിനു ശേഷമാണ് ഞാൻ സ്നേഹം എന്താണെന്നും ജീവിതം എന്താണെന്നും മനുഷ്യരെന്താണെന്നും ഞാൻ മനസ്സിലാക്കി. ഞാൻ എടുത്തെടുത്ത് എപ്പോഴും ഈ മുസ്ലിങ്ങളെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ പിന്നിൽ ഒരു കഥയും കൂടിയുണ്ട്. ഞാൻ 90 കാലഘട്ടങ്ങളിൽ കൊല്ലം ജില്ലയിൽ നിന്നും ഒരു കള്ളവണ്ടി യാത്ര തുടങ്ങിയ ഒരാളാണ്. എങ്ങോട്ട്? ആന്ധ്ര. ഓക്കെ ഓക്കെ. അപ്പൊ ആന്ധ്രയിൽ പോയി. എന്ത് പറ്റി ആന്ധ്രയിൽ പോകാനുള്ള കാരണം? കാരണം അന്നത്തെ കഷ്ടപ്പാട്, നാട് വിട്ടാണ്. അങ്ങനെ തോന്നി ഒരു നാട് വിടല്. അങ്ങനെ ഞാൻ കയറി രാവിലെ 10:30 കൊല്ലം ജില്ലയിൽ നിന്ന് ആന്ധ്രയ്ക്കുള്ള KK എക്സ്പ്രസിലാണ് ഞാൻ കയറുന്നത്. അല്ല, അന്ന് മനസ്സിലായിരുന്നു ആന്ധ്രയിലേക്ക് പോകുന്നത്? അല്ലല്ല, അങ്ങനെ ഒരു നാടൊന്നും എനിക്ക് അറിയില്ല. അങ്ങനെ ആന്ധ്ര അറിയില്ല. അങ്ങനെ കയറി അന്നത്തെ ഒരു പ്ലാസ്റ്റിക് സഞ്ചിയും 2 പുസ്തകവും മാത്രമായിരുന്നു എന്റെ കയ്യിൽ. 5 പൈസ വണ്ടിക്കൂലിക്ക് ചെലവൊന്നുമില്ല. ഞാൻ എങ്ങനെയോ കൊല്ലം ടൗണിലെത്തി. കൊല്ലം റെയിൽവേ സ്റ്റേഷനിലെ 90 ഘട്ടങ്ങളിൽ സംഭവിച്ചൊരു കഥയാണ്. അങ്ങനെ ആന്ധ്രയ്ക്ക് പോയി. പിറ്റേ ദിവസം നേരം വെളുത്ത് 6:30 നെല്ലൂർ എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടെ വരെ ഉള്ളായിരുന്നു. അപ്പൊ ഞാൻ അവിടെ ഇറങ്ങി. പിന്നെ എനിക്ക് എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാണ്. ഞാൻ അവിടെ വൈകുന്നേരം വരെയും ചുറ്റിക്കളിച്ചു. ഒരു ആൽമരത്തിന്റെ, അതായത് തിട്ടയിൽ പോയിരുന്നു. ഒരു 7 മണി ആയപ്പോഴത്തേക്ക് നല്ല ക്ഷീണമൊക്കെ ആയി. ഞാൻ അവിടെ വളരെ ബോധം പോകുന്ന പോലെ ഒരു ക്ഷീണം വന്നു. ഞാൻ അവിടെ വിശപ്പുകൊണ്ട് കിടന്നു. പൈസ ഇല്ല കയ്യിൽ, ഒന്നും 5 പൈസയില്ല. ഞാൻ അങ്ങനെ അവിടെ കിടന്നതിന് ശേഷം ഒരു 7:15 7:30 ആയപ്പോൾ കുറെ ആൾക്കാർ ഇങ്ങനെ ഓരോരുത്തർ വരാണ്. ആരത്? അത് അവിടെ അവകാശപ്പെട്ടവരാ. ആരാ മനസ്സിലായില്ല? അതായത് പിച്ചക്കാരെന്ന് പറയാൻ പറ്റത്തില്ല. അത് ശരി. ഭിക്ഷക്കാരുടെ സ്ഥലത്താണ് ഞാൻ കിടന്നത്. എനിക്കറിയില്ല അവരുടെ സ്ഥലമാണ്. അപ്പൊ അതിൽ 1-2 പേരൊക്കെ അവരുടെ സ്ഥലത്ത് വന്ന് കിടന്ന്. പക്ഷെ ഞാൻ കിടന്നെടുത്ത ഒരാള് എന്നെ ഒരേ തെറിയ. അപ്പൊ അത് എന്താണ് ഇവർ പറയുന്നതെന്ന് ഒന്നും മനസ്സിലായി. കള്ളയ്ക്കും നന്ദയ്ക്കും ഒക്കെ അവർ തെലുങ്കിൽ വിളിക്കുന്നുണ്ട്. നല്ല തെറി. ഞാനതൊന്നും ശ്രദ്ധിച്ചില്ല. ക്ഷീണിതനായി അവിടെ കിടന്നു. എന്തായാലും അയാൾ തെറിയും പറഞ്ഞ് മാറിക്കിടന്നു. നേരം വെളുത്തപ്പോൾ ഞാൻ പൈപ്പിലെ വെള്ളം കുടിച്ച് ഏകദേശം ഒരു 3-4 ദിവസം ആ പൈപ്പിൽ വെള്ളം മാത്രം കുടിച്ചു. പക്ഷെ അത് എനിക്കൊരു സംഭവം എന്ന് വെച്ചാൽ ഈ 3 ദിവസം കഴിഞ്ഞപ്പോൾ പിച്ചക്കാരെയൊക്കെയും പിച്ചക്കാരനായില്ല. കാരണം യഥാർത്ഥ പിച്ചക്കാരൻ ഞാന്. കാരണം ഞാൻ മുഷിഞ്ഞു, കുളികയില്ല, ഒന്നുമില്ല, ആകെ ഡ്രസ്സൊക്കെ മുഷിഞ്ഞ് യഥാർത്ഥ പിച്ചക്കാരനായി. അപ്പം പിന്നെ 3-ാമത്തെ ദിവസം ഈ വന്ന പിച്ചക്കാർക്ക് തോന്നി എവിടുന്നോ വഴിതെറ്റി വന്ന ഒരാളാണ്. അതിലൊരാള് ഡെയിലി പിന്നെ വരുമ്പം ഓരോ പൊതി ഇഡ്ഡലി കൊണ്ടുവരും എനിക്ക്. അത് അവർ രാവിലെ പോയി വൈകിട്ടേ വരുള്ളൂ. അത് നമ്മൾ ഇവിടുത്തെ പോലെ അല്ല, ഒരു ചായ വടയെ കൊടുത്ത് ഒഴിവാക്കുകയല്ല. അവർ ഓരോ കടയിലും ഇഡ്ഡലി പൊതിഞ്ഞു വെച്ചിട്ടുണ്ട് പിച്ചക്കാർക്ക് കൊടുക്കാൻ. അവർ ഓരോ പൊതിയും ബ്രാഹ്മണന്മാരുടെ അവരുടെ റെഡ്ഡിയക്കന്മാരും ഷർട്ടുമാരൊക്കെയാണ് അവിടെ. അവർ കൊടുക്കും. ആ പൊതി വാങ്ങിക്കൊണ്ട് വന്നിട്ട് അത് തിന്ന് ഞാൻ 23 ദിവസം പിച്ചക്കാരൊപ്പം ജീവിച്ച ഒരു വ്യക്തിയാണ്. അതല്ലേ അവർ കൊണ്ടുവരുന്ന ആഹാരം. അതിലൂടെയാണ് ഞാൻ ഈ പിച്ചക്കാരെ സ്നേഹിച്ചു തുടങ്ങിയത്. എവിടെ വീണാലും ഞാൻ അവരെ താങ്ങുന്നതിന്റെ കാരണം, തെരുവോരങ്ങളിൽ കിടക്കുന്നവരെ ഏറ്റെടുത്ത് നോക്കുന്ന കാരണം അതാണ്. പിന്നെ ഞാൻ ഈ മുസ്ലിങ്ങളെ എന്താണ് എപ്പോഴും പുകഴ്ത്തുന്നതെന്ന് വെച്ചാൽ 23-ാമത്തെ ദിവസം ഞാൻ തൊട്ടടുത്തുള്ള ഒരു ഹോട്ടലുകാരൻ എന്നെ വന്ന് കണ്ടു. അങ്ങോട്ട് പോയില്ല, ഇങ്ങോട്ട് വന്ന് കണ്ടു. അപ്പൊ അദ്ദേഹം ഒരു കോഴിക്കോടുകാരനാണ്. അത് ഒരു മുസ്ലിമായിരുന്നു. അല്ല, ഒരു ചായക്കട, മലയാളി ചായക്കട. അദ്ദേഹം പറഞ്ഞത് ആ റസൂലിന്റെ ഒരു സൈക്കിൾ കടയുണ്ട്, അവിടെ കാറ്റടിക്കുകയൊക്കെ കൊടുത്താൽ മതി, നിനക്ക് ഭക്ഷണമൊക്കെ തരുമോ, ജോലി ഉണ്ടോ. അങ്ങനെ എന്നെ ഒരു സൈക്കിൾ കടയിൽ ആദ്യം കൊണ്ടാക്കി. അദ്ദേഹം ഉണ്ടാക്കി. അപ്പൊ റസൂൽ എന്ന് പറഞ്ഞേക്ക അദ്ദേഹത്തിന് 2 മക്കളുണ്ട്, കുടുംബമുണ്ട്. അങ്ങനെ പിന്നെ ഞാൻ എന്റെ ജീവിതം, അതായത് ഒരു മുസ്ലിമായ, ആ മുസ്ലിമിന്റെ പറയാൻ പറ്റില്ല കേട്ടോ, മുസ്ലിം എന്ന് പറയാൻ പറ്റില്ല, മുസ്ലിമിന്റെ കുടുംബത്തിലെ ഒരു അത്താണിയായി മാറി. ഞാൻ അദ്ദേഹം ഉടുക്കുന്ന മുണ്ട് ഭക്ഷണമൊക്കെ കഴിച്ച് 8 വർഷം ആ കുടുംബത്തോട് കഴിഞ്ഞ ഒരു നന്ദി എനിക്കുണ്ട്. അന്ന് അവർക്ക് തോന്നിയില്ല ഞാനൊരു ഹിന്ദുവാണ് അല്ലെങ്കിൽ ഒരു മുസ്ലിം അല്ല എന്ന് അവർക്ക് തോന്നിയില്ല. ഒരു ഹിന്ദുവായ എന്നെ അറിഞ്ഞിട്ടും മനസ്സ് ചേർത്ത് എന്നെ നിർത്തിയ
ആന്ധ്രയിലെ എന്റെ ഇക്കോട് എനിക്ക് മറക്കാത്ത നന്ദിയും കടപ്പാടും. ആ കടപ്പാടാണ് ഇന്ന് മലയാളിയാണോ പുള്ളി? മലയാളിയല്ല, ആന്ധ്രാക്കാരനാണ്, മലയാളിയല്ല. അത് ശരി. അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ പിന്നെ 7 വർഷം ജീവിച്ചു. പിന്നെ അവിടെ നിന്ന് തുടങ്ങിയ ആ ആത്മബന്ധങ്ങളും ആ സ്നേഹമാണ് ഞാൻ ഇന്ന് മുസ്ലിമിനെ സ്നേഹിക്കുന്നതും. അതുപോലെ ഇന്ന് തെരുവോരങ്ങളിൽ കിടക്കുന്നവരെ ഞാൻ സ്നേഹിക്കുന്നതിന്റെ കാരണം അതാണ്. ഓക്കെ, പറഞ്ഞു. ഈ ഏറ്റവും കൂടുതൽ അമ്മമാരെ ചാറ്റ് നടത്തുന്ന ഒരു സംഭവമാണല്ലോ. അതായത് അന്തേവാസി കേന്ദ്രത്തിൽ ഒരുപാട് അമ്മമാരുണ്ട്. അവിടുത്തെ അവരുടെ അനുഭവം പറയാം, അവരെ സഹായിക്കുന്നവര്. അവരെ സഹായിക്കുന്നത് തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്. എപ്പോഴും ഒരു നൊയമ്പ് വന്നാലും എന്ത് കാര്യം വന്നാലും ഏറ്റവും കൂടുതൽ എനിക്ക് മലപ്പുറം മുതൽ കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് മുസ്ലിം ആൾക്കാരാണ് ഒരുപാട് സഹായങ്ങൾ കൊണ്ടുവരികയും അവര് എന്നും എന്നെ ഫോൺ ചെയ്തിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്തൊക്കെയാണെന്ന് വിളിച്ചു ചോദിക്കാൻ മനസ്സ് കാണിക്കുന്നത് അത് മുസ്ലിങ്ങൾ തന്നെയാണ്. അങ്ങനത്തെ ഒരു സംശയം വേണ്ട. എന്താണ് ഇതിലൂടെ ഒരു മെസ്സേജ് കൊടുക്കാനുള്ളത്? മെസ്സേജ് കൊടുക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതിൽ കൂടുതൽ എന്ത് മെസ്സേജ് തരാനുള്ളല്ലേ? അതെ, എന്റെ അനുഭവം തന്നെ എനിക്കൊരു പാഠമാണ്. കാരണം യഥാർത്ഥത്തിൽ സ്നേഹിക്കാൻ മനസ്സും കൂട്ടായ്മയായിട്ട് കൊണ്ടു നടക്കാനും കഴിവുള്ളവരും സ്നേഹിക്കാൻ മനസ്സുള്ളവരുമാണ് മുസ്ലിം എന്ന് പറയുന്നത് യാതൊരു. തീർച്ചയായും. ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു, നമ്മുടെ ഈ നാട്ടില് അല്ലെ, നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ നാടെന്ന് പറഞ്ഞാൽ ഇവിടെ ഹിന്ദുവും മുസ്ലിമും ക്രൈസ്തവനും ഒരുപോലെ സ്നേഹത്തിൽ ജീവിക്കുന്ന ഒരു നാടാണ്. പക്ഷെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ചെറിയ വർഗീയത അവിടെ ഇവിടെ പൊട്ടിമുറിച്ച് വരുന്നുണ്ട്. അത് നാടിന് ആപത്താണെന്ന് പറയാൻ കാര്യം മറ്റൊന്നുമല്ല. കേരളം ഒഴിച്ചുള്ള, തമിഴ്നാട് ഒഴിച്ചുള്ള മറ്റ് സംസ്ഥാനങ്ങൾ നിങ്ങൾ നോക്കൂ അല്ലെ, പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ നോക്കൂ, അവിടുത്തെ ജീവിത സാഹചര്യം എന്താണെന്ന്. നരകതുല്യമാണ്. നമ്മളൊക്കെ വർക്കൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പല സംസ്ഥാനങ്ങളിൽ സഞ്ചരിക്കുന്ന ആളുകളാണ്, പല രാജ്യത്തും പോകുന്നതാണ്. പക്ഷെ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ സത്യം പറയാമല്ലോ, നമ്മുടെ കേരളം എന്ന് പറയുന്നത് ഒരു സ്വർഗമാണ്. യഥാർത്ഥത്തിൽ പണ്ടാരോ പറഞ്ഞ പോലെ ദൈവത്തിന്റെ സ്വന്തം നാടാണ് കേരളം എന്ന് പറയുന്നത്. അതിന്റെ ഒരു ഫീൽ വേറെയാണ്. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഈ വർഗീയ പാർട്ടി ഭരിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ അവിടെ വർഗീയത വിറ്റ് കാശാക്കുന്നതുകൊണ്ട് പട്ടിണിയും ദാരിദ്ര്യവും നരകവുമാണ് അവിടേക്ക്. സീരിയസ്ലി പറയാം, ആ ഒരു നമ്മുടെ നാടിന് ഉണ്ടാവരുത്. ആത്മാർത്ഥമായി പറയുകയാണ്, നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടി കുറച്ച് വർഷങ്ങൾക്ക് ഇപ്പുറം നമ്മൾ രക്ഷപ്പെട്ട ആളുകളാണ്. ഇപ്പോഴും നമ്മൾ ഇന്ത്യയിൽ 1ാം സ്ഥാനത്തായിട്ട് ജീവിച്ചു പോകുന്ന ആളുകളാണ് അല്ലെ. ഈ ഒരു അവസ്ഥ കളഞ്ഞു കുളിക്കരുത്. നമുക്ക് വർഗീയത വേണ്ട, ഇവിടെ വർഗീയ പാർട്ടികളും വേണ്ട. നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലായല്ലോ. വർഗീയ പാർട്ടി ഉണ്ടായി പോയാൽ മറ്റ് സംസ്ഥാന, പേരെടുത്ത് പറയുന്നില്ല, മറ്റ് സംസ്ഥാനങ്ങളിൽ പോകുമ്പോൾ, ട്രെയിനിലൊന്ന് പോകുമ്പോൾ കാണാം പൂരകൾ, തോടുകളിൽ കുഞ്ഞുങ്ങളിട്ട് വളർത്തുന്ന കാഴ്ച കാണാൻ കഴിയും. അത്തരം ഒരു നരകത്തിലേക്ക് നമ്മുടെ ഈ ദൈവത്തിന്റെ സ്വന്തം നാടിനെ കൊണ്ടെത്തിക്കരുത്. അതുകൊണ്ട് നമുക്ക് എല്ലാവരും വേണം. എന്റെ പേര് ഷെബിൻ ഷാ എന്നാണ്, അദ്ദേഹത്തിന്റെ പേര് മഹേഷ് എന്നാണ്, ക്യാമറാമാന്റെ പേര് സുകുമാരൻ എന്നാണ്. നമുക്ക് എല്ലാവരും വേണം. എല്ലാവരും ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ കേരളം ലോകാവസാനം വരെയും ഇത്തരം സന്തോഷങ്ങളോടുകൂടി പോകണമെന്നാണ് ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് എനിക്ക് എല്ലാവരും പറയാം. തീർച്ചയായിട്ടും വളരെ നന്ദി.